പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനെ ഇക്കുറി പൂട്ടാൻ ഉറപ്പിച്ച് ജാഗ്രതയോടെയാണ് പോലീസിന്റെ നീക്കം. ആദ്യത്തെ കേസിൽ നിന്നും സമർത്ഥമായി ഊരിപ്പോയ പ്രതി ഇക്കുറി അഴിക്കുള്ളിലായിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസിലെ പ്രതി ജയിലിൽ തുടരുകയാണ്. ജാമ്യ ഹർജി ഇനിയും നൽകിയിട്ടില്ല. കഴിഞ്ഞ തവണ രാഹുലിന്റെ കേസെടുത്ത അഭിഭാഷകര് ഇക്കുറി കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് പ്രതിക്ക് മുന്നിൽ പ്രതിസന്ധിയായിരിക്കുന്നത്. ഇത്തവണ കേസ് അറിഞ്ഞപ്പോൾ തുടക്കത്തിൽ പെൺകുട്ടി പരാതി നൽകിയിരുന്നില്ല എങ്കിലും പരാതിയില്ലെന്ന് പറയുകയാണ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ വിടാൻ പോലീസ് തയ്യാറായില്ല. മദ്യലഹരിയിലായതുകൊണ്ട് കരുതൽ തടങ്കലിൽ വെക്കുകയായിരുന്നു. തുടർന്ന് പരാതി ലഭിച്ചപ്പോൾ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. പ്രതി റിമാൻഡിലായി. ഹൈക്കോടതി റദ്ദാക്കിയ മുൻ കേസ് കൂടി വീണ്ടും ചുമത്താൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പെൺകുട്ടി പഴയ പരാതി വീണ്ടും ഉന്നയിക്കാൻ തയ്യാറായാലേ പോലീസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതിനാൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ചോദിച്ചിട്ടില്ല. രാഹുൽ സൈക്കോ ടൈപ്പ് ആണ് എന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിച്ചത്. രാഹുൽ വഞ്ചകനാണ്, ലഹരി മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. ആദ്യത്തെ പരാതി കൊടുത്തപ്പോൾ മകൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത്. കൈകൊണ്ട് മർദ്ദിച്ചതിനേക്കാൾ വലിയ പീഡനം വാക്കുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്ന് മകൾ പറഞ്ഞു. അതിനാൽ ഇനി ഈ കേസിൽ ഒരു ട്വിസ്റ്റും സംഭവിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ മെയ് 12-നാണ് പന്തീരങ്കാവ് സ്വദേശി രാഹുൽ പി ഗോപാലിനെതിരെ നവവധു ആദ്യം ഗാർഹിക പീഡന പരാതി നൽകിയത്. എന്നാൽ പോലീസ് വേണ്ടത്ര ഗൗരവത്തോടെ അത് കൈകാര്യം ചെയ്തില്ല എന്നതായിരുന്നു ആരോപണം. പറവൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിന്റെ അടുത്ത ദിവസം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായ വിവരം അറിഞ്ഞത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇരു കുടുംബങ്ങളുമായി ചർച്ച നടത്തി പോലീസ് രാഹുലിന്റെ പേരിൽ കേസെടുത്ത ശേഷം വിട്ടയച്ചു. പെൺകുട്ടിയെ വീട്ടുകാർ പറവൂരിലേക്ക് കൊണ്ടുപോയി. ഇതിന് പിന്നാലെ പോലീസിനെതിരെ ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. തനിക്ക് ക്രൂരമായി മർദ്ദനമേറ്റു എന്ന് പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതോടെ വലിയ വാർത്തയായി. 14-ാം തീയതി വരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ വിദേശത്തേക്ക് കടന്നു. കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ CI AS സരിനെ സസ്പെൻഡ് ചെയ്തു. വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ കേസിൽ പ്രതിയുമായി. രാഹുലിന്റെ അമ്മയും സഹോദരിയുമായിരുന്നു 2ഉം 3ഉം പ്രതികൾ. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് 4-ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ 5-ാം പ്രതിയുമായി. രാഹുൽ ഒഴികെ എല്ലാവരും അറസ്റ്റിലായി. വിദേശത്തേക്ക് കടന്ന രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. താൻ മർദ്ദിച്ചിട്ടില്ല എന്നും ജർമ്മനിയിൽ ജോലിയുള്ള തനിക്ക് സ്ത്രീധനത്തിന്റെ ആവശ്യമില്ല എന്നും രാഹുൽ വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. ഇതിനിടെ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നാലെ രാഹുൽ മർദ്ദിച്ചില്ല എന്നും ശുചിമുറിയിൽ വീണപ്പോഴാണ് പരിക്കുകൾ പറ്റിയത് എന്നും വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പരാതി കള്ളമാണ് എന്നും പറയുന്ന വീഡിയോയും പുറത്തുവിട്ടു. ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് രാഹുലും പെൺകുട്ടിയും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി. പക്ഷേ രാഹുലിനെതിരായാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. രാഹുൽ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. എന്നാൽ ഇരുവർക്കും കൗൺസിലിംഗ് നൽകിയ ശേഷം ഒരുമിച്ച് ജീവിക്കാൻ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പായ ശേഷമാണ് രാഹുൽ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയത്. അങ്ങനെ 5 പ്രതികളുള്ള കേസിൽ 1-ാം പ്രതി രാഹുൽ മാത്രം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയും കേസ് റദ്ദാക്കുകയും ചെയ്തു. കോടതിയുടെ അനുമതിയോടെ ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിലാണ് വീണ്ടും പരാതി ഉണ്ടായത്. ഇത്തവണയും പെൺകുട്ടി പരാതി നൽകാൻ ആദ്യം തയ്യാറായില്ല. പരിക്കുകളുമായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഗാർഹിക പീഡനമാണെന്ന് ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. തിങ്കളാഴ്ച രാത്രി തന്നെ പോലീസ് രാഹുലിനെ പിടികൂടി. മദ്യലഹരിയിലായിരുന്നു ഇയാൾ. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ സ്ഥലത്തെത്തിയ ശേഷമാണ് പരാതി നൽകിയത്. സാധ്യമായ എല്ലാ വകുപ്പുകളും രാഹുലിനെതിരെ ചുമത്തുകയും ചെയ്തു. ഇക്കുറി രാഹുലിനെ പോലീസ് സമർത്ഥമായി തന്നെ പൂട്ടുകയാണ് ഉണ്ടായത്.